ഇവിടെ നമുക്കൊരു സൂര്യോദയത്തിന്റെ സീൻ തയ്യാറാക്കാം. സിൻഫിക് സ്റ്റുഡിയോ തുറക്കുന്നു. ആപ്ലിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ സിൻഫിക് സ്റ്റുഡിയോ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. സിൻഫിക് സ്റ്റുഡിയോ ജാലകം തുറന്നു വന്നിരിക്കുന്നു. ഇതിലെ ക്യാൻവാസിൽ ആദ്യമായി ഒരു രാത്രിക്ക് അനുയോജ്യമായ തരത്തിലുള്ള ഗ്രേഡിയന്റ് കൊടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചുള്ള നിറം ഇവിടെ കളർ പാലറ്റിൽ സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇവിടെ ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്യുന്നു. അനുയോജ്യമായ ഒരു നിറം തിരഞ്ഞെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ RGB മോഡാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഹ്യൂ സാച്ചുറേഷൻ വാല്യൂ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇവിടെ HSD എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് അനുയോജ്യമായ നിറം തിരഞ്ഞെടുക്കാവുന്നതാണ്. രാത്രിക്ക് അനുയോജ്യമായ നിറമായിരിക്കണം ഗ്രേഡിയന്റിൽ വരേണ്ടത്. അതുകൊണ്ട് ഒരു ഇരുണ്ട നിറമാണ്, ഏകദേശം ഇരുണ്ട നിറമാണ് സെലക്ട് ചെയ്തത്. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഇരുണ്ട നിറം വന്നു കഴിഞ്ഞു. അതുപോലെ ഇവിടത്തെ നിറവും ക്രമീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലാക്ക് ആയതുകൊണ്ട്, രാത്രിക്ക് അനുയോജ്യമായതുകൊണ്ട് നിറം മാറ്റുന്നില്ല. ഇനി ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് സൂര്യന്റെ ചിത്രം വരയ്ക്കണം. സൂര്യന്റെ ചിത്രം വരയ്ക്കണമെങ്കിൽ ഇവിടെ നിറം മാറ്റേണ്ടതുണ്ട്. ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്ത് നിറം മാറ്റുന്നു. ഒരു നിറം തിരഞ്ഞെടുത്തതിന് ശേഷം ഇത് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ടൂൾ ബോക്സിൽ നിന്ന് സർക്കിൾ ടൂൾ തിരഞ്ഞെടുക്കുന്നു. സർക്കിൾ ടൂൾ തിരഞ്ഞെടുത്ത് ഇവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നു, ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി ഈ വരച്ച വൃത്തത്തെ ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യുന്നു. അതിനെ വേണ്ട സ്ഥാനത്തേക്ക് മാറ്റിവെക്കുന്നു. അടുത്ത ഘട്ടം ഇതിന് ആനിമേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ഫോം ടൂൾ സെലക്ട് ചെയ്യുന്നു. സൂര്യന്റെ ചിത്രം വരച്ചത് സെലക്ട് ചെയ്യുന്നു. ആനിമേഷൻ കൊടുക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൺ ചെയ്യുന്നു. ആനിമേഷൻ അവസാനിക്കുന്ന ഫ്രെയിം തിരഞ്ഞെടുക്കൂ. ഇവിടെ 120ാമത്തെ ഫ്രെയിമിലാണ് ആനിമേഷൻ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് 120 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇനി 120ാമത്തെ ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ചേർത്ത് കൊടുക്കുന്നു. ഇവിടെ 120ാമത്തെ ഫ്രെയിമിൽ കീ ഫ്രെയിം ചേർത്ത് കൊടുത്തു. 120ാമത്തെ ഫ്രെയിമിൽ സൂര്യന്റെ സ്ഥാനം ഇവിടെ നിന്ന് മുകളിലേക്ക് മാറ്റുന്നു. സൂര്യൻ ഉദിച്ച് നേരെ മുകളിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നേരെ മുകളിലേക്ക് മാറ്റുന്നു. ഇനി സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ അതിന്റെ നിറത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് നിറം വ്യത്യാസപ്പെടുത്തുന്നതിനായി ഇവിടെ ഫിൽ കളർ ടൂളിൽ ക്ലിക്ക് ചെയ്യുന്നു. അനുയോജ്യമായ നിറം തിരഞ്ഞെടുക്കുന്നു. നിറം തിരഞ്ഞെടുത്തതിന് ശേഷം ടൂൾ ബോക്സിലെ ഫിൽ ടൂൾ എന്നതിൽ ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ സൂര്യന്റെ ചിത്രത്തിന് മേലെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്ത നിറം ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് ഈ ആനിമേഷൻ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി സജ്ജീകരണങ്ങൾ നടത്താം. ആനിമേഷൻ കാണുന്നതിന് വേണ്ടി ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകണം. അതിനുവേണ്ടി ഇവിടെ സീക്ക് ടു ബിഗിൻ എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സൂര്യന്റെ ആനിമേഷൻ റെഡിയായി കഴിഞ്ഞു. എന്നാൽ ആകാശത്തിന് നിറവ്യത്യാസം വന്നിട്ടില്ല. പകൽ സമയത്ത് ആകാശത്തിന് നിറവ്യത്യാസം വരുന്നതാണ്. അതുകൂടി ഇനി ശരിയാക്കേണ്ടതുണ്ട്. അതിനിവിടെ ലെയർ പാലറ്റ് ശ്രദ്ധിക്കുക. ഇവിടെ ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്യുക. ഗ്രേഡിയന്റ് എന്നത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ പാരാമീറ്റേഴ്സ് പാനലിൽ പാരാമീറ്റേഴ്സ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഇതിൽ താഴെ ഗ്രേഡിയന്റ് എന്ന് കാണുന്നു. ഗ്രേഡിയന്റിന്റെ നിറം, നമ്മൾ നൽകിയ നിറം ഇവിടെ കാണാൻ കഴിയും. അത് മാറ്റുവാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. മുകൾ ഭാഗത്ത് പകൽ സമയത്തിന് അനുയോജ്യമായ ഒരു നിറം തിരഞ്ഞെടുത്തു നൽകി. ഇനി ഇതിന്റെ താഴെ ഇരുണ്ട നിറം മാറ്റിയിട്ട് അവിടെ പകൽ സമയത്തെ ഭൂമിക്ക് അനുയോജ്യമായ ഒരു നിറം കൊടുക്കുന്നു. ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനി ആനിമേഷൻ വീണ്ടും ഒന്ന് കണ്ടു നോക്കാം. ആദ്യത്തെ ഫ്രെയിമിലേക്ക് പോകുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ആനിമേഷൻ കാണുന്നതിന് വേണ്ടി പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. സൂര്യോദയത്തിന്റെ ആനിമേഷൻ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഫയൽ സേവ് ചെയ്യണം. ഫയൽ
സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്രോജക്റ്റ് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. അതിന്റെ എക്സ്റ്റൻഷൻ ഇവിടെ കാണാം, SIFZ. ഇനി ഇവിടെ സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ ഇതിന് വീഡിയോ ഫോർമാറ്റിൽ സേവ് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രിവ്യൂ ആദ്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രിവ്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫയൽ എന്നതിൽ പ്രിവ്യൂ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രിവ്യൂ എന്നത് ക്ലിക്ക് ചെയ്യുന്നു. പ്രിവ്യൂ ബോക്സിലെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പ്രിവ്യൂ ബോക്സിലെ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്കിതിനെ വീഡിയോ ഫോർമാറ്റിലേക്ക് സേവ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ PNG ഫോർമാറ്റ് മാറ്റിയതിനു ശേഷം FLV എന്ന് കൊടുക്കുന്നു. ഫ്ലാഷ് വീഡിയോ ആയിട്ട് സേവ് ചെയ്യാൻ വേണ്ടിയാണ് FLV കൊടുത്തത്. അത് മാത്രമല്ല ഇവിടെ ടാർഗറ്റിൽ ഓട്ടോ എന്നത് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ സേവ് ചെയ്യപ്പെടുന്നത് ഡെസ്ക്ടോപ്പിലാണ്. ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യുവാൻ വേണ്ടി റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. റെൻഡറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയൽ റെൻഡേർഡ് സക്സസ്ഫുള്ളി. റെൻഡറിങ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് റെൻഡർ ചെയ്ത ഫയൽ എന്ന് കണ്ടു നോക്കാം. ഡെസ്ക്ടോപ്പിലെ സിൻഫിക് ആനിമേഷൻ 2 എന്ന ഫയലാണ് നമ്മൾ ഇപ്പോൾ സേവ് ചെയ്തത്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ കൊടുത്ത ആനിമേഷൻ ഡെസ്ക്ടോപ്പിൽ വീഡിയോ ഫോർമാറ്റിൽ സേവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.